രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ എം എൽ എ ആണ്. അപ്പോൾ പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഇൻവോൾവ് അല്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം പറഞ്ഞാൽ ഒറ്റപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടി അദ്ദേഹം പോയിന്നല്ലാതെ ഒരിക്കലും പാർട്ടി നിർദ്ദേശിച്ച ഒരു പരിപാടിയിലോ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല, പങ്കെടുത്തിട്ടുമില്ല. രാഹുലിന് ഇപ്പോഴും DCC ഉൾപ്പെടെയുള്ള ആളുകൾ താങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു താങ്ങലുമില്ല. ഞങ്ങൾ അന്നും തള്ളി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ കൂടെ പാർട്ടി എടുത്ത നടപടിയുടെ കൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. അദ്ദേഹം വ്യക്തിപരമായി പോകുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആർക്കും നടപടി എടുത്തുകൊണ്ട് ഒരു വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല, ഇപ്പോഴും അപ്പോഴും എപ്പോഴും. രാഹുലിനെതിരെയുള്ള ആരോപണം ഏറ്റവും കൂടുതൽ ബാധിക്കുക പാലക്കാട് പോലെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു നഗരസഭയിലും മണ്ഡലത്തിലുമാണ്. ഒരിക്കലും ബാധിക്കില്ല. ഞാൻ എഴുതി തരാം. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നഗരസഭ വരും. പാലക്കാട് ജില്ലയിൽ ലോക്കൽ ബോഡിയിലും അതുപോലെ മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും നല്ല ഭൂരിപക്ഷം. ഇതൊന്നും ബാധിക്കില്ല. ഇതൊക്കെ പാർലമെൻറ്റ് അസംബ്ലി പോലെ അല്ല. ഇത് ലോക്കൽ ബോഡി സാധാരണക്കാരുടെ ഇലക്ഷനാണ്. അവരൊക്കെ താഴെത്തട്ടിൽ എത്തിക്കഴിഞ്ഞു. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് UDF തിരിച്ചു വരണം എന്നുള്ളത്. അത് തിരിച്ചു വരും. രാഹുലിനെ വിലക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും രാഹുലിനൊരു പിന്തുണയ്ക്കുന്നതിന് ഒരു സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അങ്ങനെയല്ല. ഞങ്ങൾ ഊരുവിലക്ക് പറയുന്ന സംഭവം ഒരു പാർട്ടി നടപടി എടുത്തുകൊണ്ട് MP രാഘവൻ നിങ്ങൾക്കറിയോ, മൈക്ക് എടുത്ത് പ്രസംഗിക്കാൻ അയക്കില്ല, അക്രമമായിരുന്നു. അത്രത്തോളം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ പാർട്ടി വെളിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടിയും പങ്കെടുപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം വിട്ട് അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നു, കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇനി MLA സ്ഥാനം ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ MLA സ്ഥാനം രാജി വെക്കുമോ? അല്ലാതെ വരട്ടെ, എന്തായാലും കോടതിയിലാണ്, അതിൻ്റെ തീരുമാനം വരുമല്ലോ. എന്തായാലും ഇത്ര കാലം ഒരു പരാതിയില്ലായിരുന്നു. ഗവൺമെൻറ് പരാതിക്ക് വേണ്ടി നടന്നിട്ടും കിട്ടിയില്ല. ഇപ്പോൾ ഒരു പരാതി വന്നു. ആ പരാതി എന്തായാലും കോടതിയിലാണ്. കോടതിയുടെ വിധി വരട്ടെ. അതിനുശേഷം പാർട്ടി തീരുമാനിക്കും എന്താ വേണ്ടതെന്ന്. ഒരു നിർദ്ദേശം അത് ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. ഒറ്റയ്ക്കൊന്നുമല്ല, എല്ലാവരും കൂടി അദ്ദേഹത്തിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. ആ പുറത്താക്കി അത് ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്. ഞങ്ങളത് കാരണം അന്ന് തൊട്ടൊരു പാർട്ടി ഒരു പരിപാടിയും പങ്കെടുപ്പിക്കാറില്ല. പക്ഷെ പല പരിപാടികളിലും രാഹുൽ പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം നൽകാൻ DCCക്ക് കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ KC വേണുഗോപാലൊക്കെ നടത്തിയുള്ള പരാമർശങ്ങൾ മനസ്സിലാവുന്നത്? അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ ഒരാളടുത്ത് ആരെ പോകണ്ടെന്ന് പറയില്ല. അദ്ദേഹം അങ്ങനെ പോയി എന്ന് പറയാനും കഴിയില്ല. ഒരു ഔദ്യോഗിക പരിപാടി പങ്കെടുത്തിട്ടില്ല. പോണ വഴിയിൽ ആരെയും കണ്ട് സംസാരിച്ചു, അല്ലെങ്കിൽ കല്യാണത്തിന് പോയി, ഇല്ലെങ്കിൽ മരിച്ചോടെ പോയി, അതൊരു ഇല്ല. ഒരു കാരണവശാലില്ല. ഒരു എവിടെയും ഔദ്യോഗികമായിട്ട് പരിപാടി പങ്കെടുത്തില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിലും രാഹുലിനെ പിന്തുണക്കുന്ന ഒരുപാട് നേതാക്കൾ പാലക്കാടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആളും സംരക്ഷിക്കരുത് എന്ന് തന്നെയാണ് DCC. അങ്ങനെയൊന്നുമില്ല. പാർട്ടി നിർദ്ദേശം അനുസരിക്കുന്ന നേതാക്കന്മാരെ തന്നെ ഇവിടെയുള്ളൂ. എല്ലാവരും ഒരാളും പാർട്ടിക്ക് ധിക്കരിച്ച് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. പാലക്കാട് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയായി. ഒന്നുമില്ല. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടി സൂപ്പറായിട്ട് പോയിരിക്കല്ലേ. എങ്ങനെ വെച്ചാൽ അവിടുത്തെ ചാർജ് DCC മേൽനോട്ടം ഉണ്ടെങ്കിലും മറ്റേ MP-ക്കാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ചാർജ്. എങ്ങനെയെന്ന് വെച്ചാലോ ഇന്നലെ വൈകുന്നേരം മീറ്റിംഗാണ് 8 മണിക്ക്, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു. ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമില്ല. ഇത് എല്ലാവർക്കും കണ്ടു അറിഞ്ഞ സംഭവങ്ങളാണിത്. ഇതിലിപ്പോ ഈ BJPക്ക് വലിയ ഗ്രൂപ്പിസം പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ നിന്നിരുന്നു. അതെല്ലാം തന്നെ ഓവർകം ചെയ്യാൻ അവർക്ക് ഈ ഒറ്റ സംഭവം കൊണ്ട് കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നേരത്തെ മാസങ്ങളായി വന്ന സംഭവമല്ലേ. അത് കാരണം ഒരിക്കലും അത് അവർക്കൊന്നും അങ്ങനെ ഇത് വെച്ച് മുതലെടുക്കാനോ, അത് ജനങ്ങൾ അവരുടെ ഭരണത്തെ മടുത്തിരിക്കുകയാണ്. ഈ പറയുന്ന അത് ജനങ്ങൾ ഇങ്ങനെ തിരിച്ച് UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് കാരണം ഒരിക്കലും അത് മാറില്ല. ഇല്ല, DCC പാർട്ടിയുടെ ഭാഗമില്ലല്ലോ. പാർട്ടി ആരെ സംരക്ഷിക്കുന്നില്ലല്ലോ. അദ്ദേഹം പുറത്താക്കിയിരിക്കുകയല്ലേ. പിന്നെന്താ? ഇപ്പോ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ അതിലൊരു തീരുമാനമായി ജാമ്യം ലഭിച്ച് തിരിച്ച് പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ ഈ പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കും. ഞങ്ങൾ നേരത്തെയും പങ്കെടുപ്പിച്ചില്ല, ഇനിയും പങ്കെടുപ്പില്ല. പാർട്ടി സസ്പെൻഡ് പിൻവലിച്ചാൽ പങ്കെടുപ്പിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ കാര്യമില്ല. അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്, അത് ഉറപ്പാ, തർക്കമില്ല. മുൻകൂർ ജാമ്യം ലഭിച്ച് അവസാന ദിവസങ്ങളിൽ വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാവില്ല. ഒരിക്കലും ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കാറുമില്ല, പങ്കെടുപ്പിക്കാറില്ല, ചെയ്യാറുമില്ല. ഇതിനു മുമ്പും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യില്ല. അങ്ങനെയല്ല. എങ്ങനെ ഞാൻ ചോദിട്ടെ, ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആരൊക്കെ വോട്ട് ചെയ്യണം, ആരൊക്കെ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് പ്രത്യേകിച്ചും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് പിന്തുണയും അദ്ദേഹത്തിന്റെ വേണ്ട, അദ്ദേഹത്തിനെ ഞങ്ങൾ നിർദ്ദേശിക്കുന്നുമില്ല. ആരോപണം വരുന്ന സമയത്ത് രാഹുൽ 41 ദിവസമാണ് മണ്ഡലത്തിലില്ലാതെ പുറത്തിരുന്നത്. ഇപ്പോൾ വീണ്ടും അതേ സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കും ഇങ്ങനെ
മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വോട്ടർമാർക്കിടയിൽ തന്നെ ഒരു പ്രശ്നം? ഇല്ല, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. എന്നാലല്ലേ ഞങ്ങൾ മാറി നിൽക്കാൻ ബാധിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ സേവനം ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ. മണ്ഡലത്തിൽ സജീവമാണ് ഒരു MLA. അത് ജനങ്ങളുടെ കാര്യങ്ങളല്ലേ. അതിപ്പോൾ MP ഉണ്ട്, നോക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തിന് ഞങ്ങൾ എത്ര കൊടുത്താലും ഭരണപക്ഷത്തിൽ നമ്മൾ സഹായിക്കുള്ളൂ. ഞങ്ങൾക്ക് പ്രശ്നം മണ്ഡലമുള്ള ഒരു ജില്ലയിൽ കോൺഗ്രസിനുള്ള ഏക അംഗമാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ മാറി നിൽക്കുന്നത് പാർട്ടിയുടെ അടുത്ത വിജയത്തെ ബാധിച്ചു? ഒരിക്കലും ബാധിക്കില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇത്ര കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അദ്ദേഹം പങ്കാളിയല്ലോ, എന്നാലല്ലേ ബാധിക്കുക. ഒരു പങ്കാളിയായ ഒരാളെ മാറി നിൽക്കുമ്പോൾ അതിന്റെ വിടവ് വരും. അങ്ങനെ ഇല്ല. അത് കാരണം ഒരിക്കലും തെരഞ്ഞെടുപ്പ് ബാധിക്കില്ല. നല്ല ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.